ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം. അത് ഞാൻ പറഞ്ഞുതരാട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണേ. ഞാൻ ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ. എവിടെയാ പോകുന്നതെന്നെല്ലാം നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവല്ലേ. അത് ഞാൻ ആടെ എത്തിയിട്ട് പറഞ്ഞുതരാട്ടാ. കോയമ്പത്തൂർ എന്ന് പറഞ്ഞാലും തന്നെ ചിലപ്പോൾ കുറച്ചാളുകൾക്കെല്ലാം എന്തായാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടാ. പിന്നെ നമ്മളെ നാട്ടിൽ ഈ കാക്കേനെല്ലാം കാണുന്ന കണക്കാണ് ഈടെ മയിലിനെ കാണുന്നത്. വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. മയിലുണ്ട്. നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 45 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതാ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇഷ യോഗ സെന്ററിലാണ്, കോയമ്പത്തൂരുള്ള. ബാംഗ്ലൂരും ഉണ്ട് കേട്ടോ. അതാ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് എടുത്ത് പറഞ്ഞിന്. നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് റെഡ് ടാക്സിയിലാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. റെഡ് ടാക്സി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ടാക്സിക്കാരെല്ലാം കത്ത് റേറ്റ് പറയും. ഇതാകുമ്പം കിലോമീറ്ററിനനുസരിച്ചാണ് ഇവര് ചാർജ് ഇതാക്കുന്നത്. അല്ലെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 14D എന്ന് പറഞ്ഞാൽ 14D തന്നെയാന്ന് തോന്നുന്നു. ആ ബസ്സിൽ കയറുവാണെങ്കിൽ ഇഷ യോഗ സെന്ററിന്റെ ഉള്ളിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങളെ ഇറക്കി തരും. ഇഷ യോഗ സെന്ററിനില്ലേ 2 എൻട്രൻസ് ഉണ്ട് കേട്ടാ. അതായത് ഒന്ന് സ്റ്റാറ്റ്യൂവിന്റെ എൻട്രൻസ്, പിന്നെ ഒന്ന് വരുന്നത് യോഗ സെന്ററിന്റെ അവിടെയാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡ് വരുന്നത് യോഗ സെന്ററിന്റെ അവിടെയാണ്. പക്ഷേ സ്റ്റാറ്റ്യൂ വഴി ചുറ്റി വളഞ്ഞ് ആണ് യോഗ സെന്ററിന്റെ അവിടത്തേക്ക് എത്തുന്നത് കേട്ടാ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് സ്റ്റാറ്റ്യൂവിന്റെ അവിടെയുള്ള എൻട്രൻസ് ആണ്. നമ്മൾ അവിടെയാണ് ഇറങ്ങിയിട്ടുണ്ടായിന്. അതിന്റെ മുൻവശം തന്നെ കാളകളുണ്ട് കേട്ടോ കുറച്ച്. അതിന് നമുക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. പക്ഷെ അതിന് എക്സ്ട്രാ ഫീയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ സ്റ്റാറ്റ്യൂവിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. കോയമ്പത്തൂരിലെ വെള്ളിയാങ്കിരി മലേന്റെ താഴ്വരയിലാണ് ഈ ഇഷ യോഗ സെന്റർ പ്രവർത്തിക്കുന്നത് കേട്ടാ. ആ മലയാണ് നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നത്. 112 അടി ഉയരുള്ള ആദിയോഗി ശിവപ്രതിമയാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങള്. ഈ ശിവപ്രതിമേന്റെ ബാക്കിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അടുത്ത വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയും അടിപൊളി വ്യൂ ആണ് കേട്ടാ. പിന്നെ എനിക്ക് ട്രാവൽ വ്ളോഗ് ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. പിന്നെയാന്ന് വെച്ചാൽ നമ്മളവിടെ എത്തിയ സമയം നല്ല മഴയായിരുന്നു. എത്തിയതല്ല, കുറച്ച് ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയായിരുന്നു. ആ സമയം ഞാൻ കണ്ട കാഴ്ചയാണ് ഇതാ. ഇതിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഒരു തേനീച്ച കൂടുണ്ട്. ശിവപ്രതിമേന്റെ മുടീന്റെ ഇടക്കാണ് അതില്ലത്. പിന്നെ അതേകാള് ശിവപ്രതിമ കണ്ട് മടങ്ങിപ്പോക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ബാക്കിൽ കാണാനുണ്ട്, അതായത് യോഗ സെന്ററിന്റെ ഉള്ളില്. അവിടെ പോകാൻ വേണ്ടിട്ട് കാളവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് കാളവണ്ടിയിലാ പോയിന്. ഒരാൾക്ക് 10 രൂപയെ വേണ്ടു. അത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണെന്നല്ല കാളവണ്ടിയിൽ പോകുന്നത്. അങ്ങനെ വെച്ചിട്ട് നമ്മള് കാളവണ്ടിയിലേക്ക് പോയി. അല്ലെ ഒരു 5-10 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടാ. പിന്നെ ആ പോന്ന വഴിക്ക് കുറച്ച് നഴ്സറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 1-2 നഴ്സറി ഞാൻ കണ്ടായിരുന്നു. പിന്നെ പോന്ന വഴിക്കുള്ള വ്യൂവും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. സെന്ററിന്റെ അടിയായിട്ട് ശിവന്റെ ഒരു ചെറിയ പ്രതിമയും കൂടി ഉണ്ട് കേട്ടാ. ഈ കവാടത്തിന്റെ ഉള്ളിലാണ് യോഗ സെന്റർ വരുന്നത്. അതിന്റെ ഉള്ളിലേക്ക് ഫോണും ബാഗും ഒന്നും അലൗഡ് അല്ല. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ നമ്മൾ വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. പിന്നെ അവിടെ താമസിക്കുന്നവർക്ക് അലൗഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന്റെ ഉള്ളിൽ കയറിയാൽ സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുളലുണ്ട്. പിന്നെ അതിന്റെ ബാക്കിലായിട്ടൊരു 13 അടിയിലുള്ള ധ്യാനലിംഗം ഉണ്ട്. പിന്നെ അവിടെ മെയിൻ ആയിട്ടുള്ളതാണ് ലിംഗഭൈരവി. അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് അവിടെ പോയി ചെന്നാലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര അടിപൊളി ഫീലാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ ഉണ്ടാവുക. പിന്നെ അവിടെ ഷോപ്പിംഗ് സെന്റർ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ റെസ്റ്റോറന്റും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ പുറത്തു ആയാലും കുറെ ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. യോഗ സെന്ററിന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പാച്ചലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, സമയത 7 മണി ആവാനായിട്ടുണ്ട്. 7 മണിക്കെന്നാ പ്രത്യേകത എന്നല്ലേ. 7 മണിക്ക് ലൈറ്റ് ഷോ തുടങ്ങുന്ന അവിടെ ബോർഡിലല്ലേ നമ്മള് കണ്ടത്. അപ്പൊ എന്ന് വെച്ചാൽ അപ്പത്തേക്കും അവിടെ എത്തണല്ല, ലൈറ്റ് ഷോ കാണണല്ല. ലൈറ്റ് ഷോ ആണല്ലോ മെയിൻ. അപ്പൊ നമ്മള് അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. ആൾക്കാരെല്ലാം നേരത്തെ വന്നിട്ട് അവിടെ സീറ്റെല്ലാം പിടിച്ചിരിക്കുന്നെല്ലാം ഉണ്ടായിനി. നമുക്ക് അവിടെ ഇരിക്കാനോ ആക്കാനോ ഒന്നും സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു സൈഡിൽ നിൽക്കുവാന്ന് ചെയ്തിട്ടുണ്ടായിനി. പിന്നെ ലൈറ്റ് ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ശിവന്റെ കാതിൽ നിന്ന് ഒരു വെളിച്ചം കാണുന്നുണ്ട്.
അത് എന്തിട്ടാന്നറിയില്ല, ചിലപ്പോൾ അവര് അതിൽ ലൈറ്റ് എന്തെങ്കിലും ആക്കിയതായിരിക്കും. പിന്നെ ഒരു 7:20 ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ടായിന്. ഇനി കുറച്ചൊന്ന് ലൈറ്റ് ഷോന്റെ വീഡിയോ കാണും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.